ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് അതിനാവശ്യത്തിലുള്ള പഞ്ചസാര, അതിനാവശ്യത്തിലുള്ള ചവ്വരി, ഞാൻ കുറച്ച് കാഷ്യൂവും മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് അതിന് ആവശ്യത്തിനുള്ള പാല്. ഇത് ഞാൻ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. സേമിയ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. സേമിയ ഒന്ന് വറുത്തെടുക്കാം നെയ്യിൽ. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാമേ. സേമിയെല്ലാം ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഈ കാഷ്യൂവും മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാമേ. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന മിൽമയുടെ നെയ്യാണ്. ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അത് ഈ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാമേ. അതിനുവേണ്ടി ഞാൻ ഇതിൽ കുറച്ച് പാലൊഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ചവ്വരി അത് വേവിച്ചെടുക്കാമേ. ഈ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാമേ. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന മിൽമയുടെ പാക്കറ്റിലെ പാലാണ്. ഇതിലേക്ക് ഞാൻ കാഷ്യൂവും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇതിൽ കിടന്ന് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ ഇടയുണ്ട്. കുറച്ച് ഏലക്ക പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽ. ഞാൻ പാലെല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് പഞ്ചസാര ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുവാണ്. സേമിയ എല്ലാം വെന്തിട്ടുണ്ട്. ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. സേമിയ പായസം ഇതിലേക്ക് ഞാൻ സെർവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി. വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീട്ടിൽ കാണാം. ബൈ.